ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു കിടിലൻ ബർഫി തയ്യാറാക്കാൻ പോകുകയാണ്. കേരള ഫുഡീസ് ക്ലബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാര, ഒപ്പം തന്നെ 1/2 കപ്പ് പാലും ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓൺ ആക്കണം എന്നില്ല കേട്ടോ. ഇതിലെ കട്ടകളും തരികളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് കുറുകി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പാല് ചേർത്ത മിക്സ് ഒന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ടതിന് ശേഷം ഒന്ന് കട്ടിയായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ കട്ട പിടിക്കാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇത് ഇളക്കാനായിട്ട്. ബ്രെഡ് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 ഡ്രോപ്സ് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. റോസ് എസൻസ് ഇല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്താലും മതി. റോസ് വാട്ടർ ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കേണ്ടി വരും കേട്ടോ. കൂടെ തന്നെ നമുക്ക് 3 ഡ്രോപ്സ് റെഡ് കളറ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇത് ഒന്നും കൂടി മിക്സ് ആക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒരു പീസ് ഓയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓയിൽ പേപ്പർ നമുക്ക് കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഈ ബോക്സിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ലെവൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ ബദാമും കൂടി ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്കിത് പുറത്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ 1/2 മണിക്കൂറല്ല ഇത്തിരി കൂടുതൽ നേരം വെച്ചു എന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബർഫിയാണ് നമ്മുടെ ബ്രെഡ് റോസ് ബർഫി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.